ഗ്വാളിയോറിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് മാറി ആദിത്യപുരം വാർഡാണ്. ഗ്വാളിയോറിൻ്റെ ഭാഗം തന്നെ. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. വെള്ളം ആര് കൊണ്ടുവരുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് നൽകാം എന്നുള്ളതാണ് ഇവിടുത്തെ ജനം പറയുന്നത്. ഇതിപ്പോൾ സർക്കാരിൻ്റെ തന്നെ അമൃത് യോജന ഭാഗമായി ഈ ഗ്വാളിയോറിന് സമീപത്തുള്ള തിക്ര ഡാമിൽ നിന്നും ഇവിടേക്ക് നൽകിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ഷനാണ്. നമ്മൾ ഇതിൻ്റെ പൈപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വെള്ളം വരില്ല. ഇത് ഒരു വീടിൻ്റെ അവസ്ഥയല്ല, ഏകദേശം എല്ലാ വീടുകളിലും ഈ വാർഡിൽ തന്നെയുള്ള എല്ലാ വീടുകളുടെയും അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. दीदी आपका नाम क्या है? हमारा नाम मीरा। तो क्या क्या समस्या है यहाँ पे? पानी की परेशानी है सबसे ज़्यादा। लेटरिन की, बाथरूम की, बर्तन, खाना पीना कहाँ से आए? पानी एक ड्रम भी। ഈ പറഞ്ഞത് മാത്രമല്ല, ഇതിനപ്പുറം ആദിത്യപുരംകാരെ അലട്ടുന്ന പ്രശ്നമുണ്ട്. കല്യാണവും പലായനവും. ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടുന്നില്ല എന്ന സങ്കടം എത്രയോ കാലമായി അവരെ വേട്ടയാടുന്നു. ആ ദുരിതത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സന്തോഷ് സിംഗ് ബതോരിയ. ये शादी वाले देख के चले जाते हैं, ये टंकियाँ डली हैं दरवाजे पे, ये ड्रम डले हैं खाली, क्या पूछते? पानी नहीं है साहब, बोरों में पानी नहीं है, सरकार दे नहीं रही पानी। वो कहते हैं फिर अपनी लड़की को क्या बाहर में झोंक दें हम यहाँ पे। വീട്ടുമുറ്റത്ത് നിരനിരയായി വെക്കുന്ന ഈ ഡ്രമ്മുകളിൽ നിറക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇന്നാട്ടുകാരുടെ ജീവിതം. പ്രൈവറ്റ് ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് 600 രൂപ ചെലവാണ്. यही पानी से 10 दिन तक गुजारा करना पड़ता है, होता नहीं है लेकिन करना पड़ता है इसी पानी से। संबंध वाले आते हैं, भाई को कैसे करेगा संबंध? हाँ, करना भी नहीं चाहिए, करना भी नहीं चाहिए। हम ही लोग इतने परेशान हो रहे हैं पानी के लिए। कई बार मेहमान आने को कहते हैं तो मना कर दिया जाता है कि भाई इधर पानी नहीं, अभी मत आना आप लोग। കൃഷി ചെയ്യാനോ കട നടത്താനോ എന്തിന് ഉപജീവനത്തിന് പോലും വെള്ളമില്ല. തുടർന്ന് ആദിത്യപുരം 18-ാം വാർഡിലെ യുവജനവും അനേകം കുടുംബങ്ങളും പലായനം ചെയ്യുന്നു. താഴിട്ട് പൂട്ടിക്കിടക്കുന്ന ഈ വീടുകൾ അതിന്റെ അടയാളമാണ്. पानी की बहुत प्रॉब्लम है, ज़्यादा ही प्रॉब्लम है पानी की। इससे अच्छा तो गांव में थे बढ़िया, कि गांव में तो पानी की सब चीज़ की समाधान है। വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന സർക്കാർ പദ്ധതികൾ പാളിയത് എവിടെ എന്നത് വ്യക്തമല്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ടാങ്കറുകൾ 2 ആഴ്ച കൂടുമ്പോഴാണ് വരുന്നത്. എന്നാൽ ആ വാർഡിന്റെ മുഴുവൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ട വെള്ളവും കരുതാൻ സാധിക്കുന്നില്ല. ആവശ്യമുള്ളവർ പ്രൈവറ്റുകാരെ വിളിച്ച് അവർ പറയുന്ന വിലയ്ക്ക് ടാങ്കുകളിൽ വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ വിഷമങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം കണ്ടെത്തുന്നവരോടൊപ്പം ഇവർ നിൽക്കും. അതിനപ്പുറം ഒരു രാഷ്ട്രീയവുമില്ല. ഗ്വാളിയോറിൽ നിന്ന് ജഗദീഷ് ബിഷ്ണൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.